വോട്ട് മെഷീനിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനഹിതമറിയാൻ ഇനിയും ഒരു മാസത്തെ കാത്തിരിപ്പ്. മൂന്ന് മുന്നണികൾക്കും ഏറെ നിർണായകമാണ് കേരളത്തിലെ ജനവിധി, പ്രത്യേകിച്ച് കണ്ണൂരിലേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്ന് കണ്ണൂരാണ്. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ്. മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങളാണ് പാർട്ടി നടത്തിയത്. രാഹുൽ ഗാന്ധിയെ അടക്കം കണ്ണൂരിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് DCC പ്രസിഡന്റായ മാർട്ടിൻ ജോർജ്. ആഴത്തിലുള്ള പ്രവർത്തനം, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെ വലിയ പ്രതീക്ഷയാണ് UDFന് നൽകുന്നത്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ എല്ലാം ആത്മവിശ്വാസത്തിലാണ്. അവരുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF ജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടെ UDF പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മളോട് വിശദീകരിക്കാൻ കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം മാർട്ടിൻ ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഫലങ്ങളിലൊന്ന് കണ്ണൂരിലേതാണ്. കണ്ണൂർ ജയിക്കുമെന്ന് UDF വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. എന്താണ് അത്തരമൊരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകം? കണ്ണൂരിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം പല സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം, പിന്നെ ഇന്ത്യയിൽ ഒരു മതേതരത്വ ഗവൺമെൻറ് വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം, അതോടൊപ്പം തന്നെ ജനകീയ നായകനായിട്ടുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അധികാരം, കേന്ദ്രത്തിൽ ഇപ്പോൾ 10 വർഷം കൊണ്ട് ജനം സഹിക്കുകയാണ്. കേരളത്തിൽ 7-8 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രംഗത്തും, സമസ്ത മേഖലയിലും, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, വ്യാവസായിക മേഖല, തൊഴിൽ മേഖല, എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കേന്ദ്രത്തിലെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നമ്മുടെ മതേതരത്വം തകർക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വ്യതിയാനം, കാരണം ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ചുരുക്കം ചില വ്യക്തികളുടെ കൈകളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. നമുക്ക് ലോക രാജ്യങ്ങൾ സാമ്പത്തിക രംഗത്ത് അടിപതറി വീണപ്പോഴും ഇന്ത്യ രാജ്യമാണ്. നമുക്കറിയാം അമേരിക്ക അടക്കം, UAE അടക്കമുള്ള ഖത്തർ അടക്കം എല്ലാ രാജ്യങ്ങളും പതറി വീണു. ആ സമയത്ത് ലോകത്ത് പിടിച്ചു നിന്നത് ഇന്ത്യ രാജ്യമാണ്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക നിലപാടുകൾ, കോൺഗ്രസ് സർക്കാരുകളുടെ കാലാകാലം വരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ആഭ്യന്തര രംഗത്ത്, അതായത് വിദേശ രംഗത്തും അതോടൊപ്പം സാമ്പത്തിക രംഗത്തും രാജ്യത്തിൻ്റെ മതേതരത്വവും എല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെയാണ് ഈ 10 വർഷം കൊണ്ട് വലിയൊരു വ്യതിയാനം. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു? നമുക്ക് സ്വതന്ത്രമായി ഈ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് രംഗത്താണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം? എന്താണ് ഭരണത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നരേന്ദ്രമോദി പറഞ്ഞത്? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാകും. അപ്പോൾ എത്ര വർഷമായി? 10 വർഷമായി. 20 കോടി ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കും. പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ എല്ലാവരും അക്കൗണ്ടുകളിൽ, ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തും. ഇത് വലിയ വലിയ അക്കൗണ്ടുകൾ അത് പിടിച്ചെടുത്ത്, അത് അനധികൃത സമ്പാദ്യങ്ങൾ പിടിച്ചെടുത്ത് അത് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. ആരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു? വലിയ വലിയ ആൾക്കാരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ നിക്ഷേപം പോകുന്ന രാജ്യത്തിൻ്റെ, അല്ലാതെ സാധാരണക്കാരൻ്റെ അടുത്തേക്കല്ല. അതെല്ലാം ജനങ്ങൾക്കറിയാം.
ഗ്യാസിൻ്റെ, പെട്രോളിൻ്റെ, ഡീസലിൻ്റെ ഇതൊന്നും ഞാൻ പറയണ്ടേ, ഇത് ചെറിയ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമല്ലേ. ആ ഒരു അവസ്ഥയിൽ കേന്ദ്ര ഗവൺമെൻറ് അതിലേറ്റവും അടിസ്ഥാനപരമായി ഉള്ളത് രാജ്യത്തിൻ്റെ മതേതരത്വം തന്നെയാണ്. ബാക്കി എന്തിനേയും വെച്ച് നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു സുസ്ഥിരമായ ഭരണഘടന, ആ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ, ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഭരണഘടനയിലെ ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയ്ക്ക് കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ എന്തെങ്കിലും പോറലേറ്റിട്ടുണ്ടോ? ആ ഭരണഘടനയാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പൗരത്വ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനാ നടപ്പിലാക്കാൻ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് എടുക്കും തോറും ഓരോരോ സംഭവ വികാസങ്ങൾ കൊണ്ടുവരികയാണ്. വർഗീയപരമായി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, മതപരമായി ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഓരോരോ ബില്ലുകളും ഓരോരോ മറ്റ് നടപടികളും വരുമ്പോൾ അതെന്താണ് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് മതങ്ങളുടെ പേരിൽ ചേരിതിരിവ് ഉണ്ടാക്കി അതിനകത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അതിനകത്ത് നേട്ടം കൊണ്ടുവരാമെന്നാണ്. ഇതൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ അന്ന് അതല്ലല്ലോ ചെയ്തത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യത്ത് എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, എത്ര മതങ്ങൾ, എത്ര സംസ്കാരങ്ങൾ, ഏതെല്ലാം രീതിയിലായിരുന്നു ഈ രാജ്യം ഉണ്ടായിരുന്നത്, വിവിധങ്ങളായ ഇടങ്ങൾ. ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കും അതാത് കാലത്തെ പ്രധാനമന്ത്രിമാർക്കും സാധിച്ചു. അവിടെയാണ് ഇന്ന് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് തകർക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഒരു ബീഫ് കയ്യിൽ വെച്ചാലത്തെ അവസ്ഥ എന്താ? അവനെ അപ്പം തട്ടിക്കളയും. അതല്ലേ അവസ്ഥ. എത്ര ദളിത് സ്ത്രീകൾക്ക് വിടണം സഹിക്കേണ്ടി വന്നു. ഡൽഹിയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ഇവിടെ സമരങ്ങൾ നടത്തി, അണ്ണാ ഹസാരെ മുതൽ ഇങ്ങോട്ടുള്ളവരെ കൂട്ടുപിടിച്ച് സമരങ്ങൾ നടത്തി BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് അവിടെ ഇപ്പോൾ എത്ര ദളിത് പീഡനം, എത്ര ബലാത്സംഗങ്ങൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് എത്രയാണ്? ഒറീസയിൽ എന്തൊക്കെ നടന്നു? ഏറ്റവും അവസാനം മണിപ്പൂരിൽ നടന്നത് എന്താണ്? മണിപ്പൂരിൽ സത്യത്തിൽ ഒരു ഭാഗത്തല്ലേ ഗവൺമെൻറ് നിൽക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ്, അതായത് ഒരു വിഭാഗത്തെ ഒതുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനമല്ലേ. ആ രംഗത്തുള്ളതിൽ ആഭ്യന്തര സമാധാനത്തിന് വേണ്ടി ഒരു സംസ്ഥാനം, ഒരു കേന്ദ്രം ഉപയോഗിക്കേണ്ടതായ ആയുധങ്ങളാണ് അവിടെ ഒരു വിഭാഗത്തെ ഒതുക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? എന്നിട്ട് അവിടെ പോയി അതിൻ്റെ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും? സമാധാനം ഉണ്ടാക്കാൻ അല്ലല്ലോ, ഇവിടെ അക്രമം സൃഷ്ടിക്കാനും വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ ഗവൺമെൻറ് തലത്തിലുള്ള ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി പോയപ്പോഴാണ് അവിടെ ആ പ്രദേശത്തെ ജനങ്ങൾ സമാധാനം കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഈ രാജ്യത്തിൻ്റെ ഒരു ചിത്രം? ഈ രാജ്യത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു നേതാവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയെ അർപ്പിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്, ഒരു സംശയമില്ല. അതിനേറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര, ആദ്യത്തതും രണ്ടാമത്തെ നൈ യാത്രയും. എന്താണത്? ജനങ്ങൾ അവനകത്ത് എല്ലാ തലത്തിലുള്ള BJPയും കേരളത്തിലെ CPMും ഒഴിച്ച് ബാക്കി എല്ലാവരും അതുമായി സഹകരിച്ചു കഴിഞ്ഞു. എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇന്ത്യ രാജ്യത്ത് BJPയും കേരളത്തിലെ CPMും ഒഴിച്ചുള്ള എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ആ ഭാരത് ജോഡോ യാത്രയിൽ അണിചേർന്നു. അതിനകത്ത് സാംസ്കാരിക രംഗത്തുള്ളവർ, സ്പോർട്സ് രംഗത്തുള്ളവർ, എല്ലാ രംഗത്തുള്ളവർ ആ യാത്രയിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടതല്ലേ. ആരും മാറിയൊന്നുമില്ല. ഒരു പ്രായമുള്ളവർ, എത്രയോ പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, ആരാ മാറിയുന്നത്? എല്ലാവരും. അപ്പോൾ ഈ രാജ്യത്ത് ഒരു നേതാവുണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എന്നുള്ള ഒരു പ്രതീതി, എന്നുള്ള ഒരു സമാധാനം എന്ന് അത് ഈ രാജ്യത്തുണ്ട്. അത് രാഹുൽ ഗാന്ധി. അതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും ഉറപ്പായിട്ടും. ഈ കണ്ണൂരിൽ നമ്മൾ മൊത്തത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇരിക്കൂറും പേരാവൂരുമാണ് UDFിന് ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. പരമാവധി ലീഡ് അവിടെ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രണ്ട് മണ്ഡലങ്ങളിലും താരതമ്യേന മറ്റ് മണ്ഡലങ്ങളിലേക്കാൾ പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 6% കുറവ്. ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതിനകത്ത് ആ കുറവ് നമ്മളെ ബാധിക്കാനൊന്നുമില്ല. സാധാരണ അങ്ങനെ നേരത്തെയൊക്കെ ഈ പോളിംഗ് കുറഞ്ഞാൽ അങ്ങനെ UDFിന് അതൊന്നുമില്ല. അത് ഓരോരോ സമയത്തിൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന ചില സാഹചര്യങ്ങൾ, മലയോര മേഖലകളിലൊക്കെ ചിലപ്പോൾ പണിക്ക് പോയി കൃഷി അങ്ങനെയുള്ള വരുന്നത്. പിന്നെ കുറച്ച് പേര് വിദേശ രാജ്യങ്ങളിലുണ്ട്.
അതിന് ചെറിയൊരു ഏറ്റക്കുറച്ചുള്ള ഒരു പക്ഷേ വന്നുകൂടെ ഇല്ല. കാരണം അത്ര അത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് അതിന് മുമ്പിൽ തവണ അങ്ങനെ അതൊരു ഏറ്റക്കുറച്ച്, അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കേണ്ട ഒരു വിഷയവുമില്ല. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒന്നുമില്ല. പോളിംഗ് ശതമാനത്തിന് കുറവൊന്നും ഇതിനകത്ത് ഘടകമായിട്ട് വരുന്നില്ല. നമ്മൾ ഈ ഓരോ നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കണ്ണൂരിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്? കണ്ണൂരിൽ ധർമ്മടവും മട്ടന്നൂരും ഒഴിച്ചുള്ള മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് ലീഡ് വന്നുകൂടായില്ല. കഴിഞ്ഞ തവണത്തെ അതേപോലെ തന്നെ വരാനുള്ള എല്ലാ തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 750ഓളം വോട്ടിന്റെ ലീഡാണ് UDFന് ലഭിച്ചത്. അത് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. കാരണം ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വലിയൊരു വികാരമില്ലേ. കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞു ശബരിമല വിഷയം. ഇത്തവണ ശബരിമല വിഷയത്തെക്കാൾ വലിയൊരു വിഷയമല്ലേ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. കാരണം വില വർധനവ് കൊണ്ട് എവിടെ എത്തി നിൽക്കുന്നു? ആർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം? ഈ സാധാരണക്കാർക്ക് എന്താ അതുകൊണ്ടൊരു 4000 കോടി രൂപയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് അതോടൊപ്പം തന്നെ വെള്ളക്കരവും വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ട് പോലും ഇവിടെ ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അത് എത്രയോ മാസങ്ങളായി പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതുപോലെ ഒരു ജീവനക്കാർ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ലേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത്. അതുപോലെ തന്നെ ക്രമസമാധാന നില എന്താണ്? പാനൂരിലെ ബോംബ് സ്ഫോടനം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മൻസൂർ എന്ന് പറയുന്ന ആ പയ്യൻ, ആ യുവാവ് ബോംബേറിട്ട് മരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ബോംബ് നിർമ്മിച്ച് വെക്കുമ്പോൾ പൊട്ടി ഒരാൾ അവിടെ മരണപ്പെട്ടു, 3-4 പേർക്ക് പരിക്കുണ്ട്. അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ DYFIക്കാരാണ്, ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, സംഘടനാ രാഷ്ട്രീയപരമായ ഇതിനു വേണ്ടിയിട്ടാണ് അതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഇപ്പോൾ അതിനുശേഷം അവിടെ ഒരു വീട്ടിലൊരു ബോംബ് സ്ഫോടനം നടന്നു. അപ്പോൾ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കലയാക്കി മാറ്റിയിരിക്കും. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അഴിമതി, ആരുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വരുന്ന ഓരോരോ ദിവസം വരുന്ന അഴിമതികൾ, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തളിപ്പറമ്പിനെ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഇത് കൃത്യമായി ബാധിക്കും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് CPMൻ്റെ മുഴുവൻ നേതാക്കന്മാരും, പിണറായി വിജയൻ സാക്ഷാൽ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആഭ്യന്തരം അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ ആഭ്യന്തരം. അവിടെയാണല്ലോ ഈ പാനൂർ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ പരിഹാസമാണ്. അത് പറയുന്നതൊക്കെ വിചിത്രപരമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറയുന്നത്. പാർട്ടി സെക്രട്ടറി പറയുന്നു DYFI അവരുടെ യുവജന സംഘടന അല്ല അല്ലേ എന്ന് മനോജിന് തോന്നിയിട്ടുണ്ടോ? DYFI എന്ന് പറഞ്ഞാൽ CPMൻ്റെ കൃത്യമായ യുവജന സംഘടന തന്നെയാണ് SFIയും DYFIയും. അതിൻ്റെ ചാർജ് കൊടുത്തിട്ടില്ല. DYFIയുടെ ചാർജ് കൊടുത്തിട്ടുണ്ടല്ലോ CPMൻ്റെ ആൾക്ക്, SFIയുടെ ചാർജ് കൊടുത്തിട്ടുണ്ടോ CPMൻ്റെ നേതാവിന്. ഈ SFIയിലൂടെയും DYFIയിലൂടെയും വന്നവരല്ലേ CPMൻ്റെ തലപ്പത്തുള്ള എല്ലാവരും അല്ലേ, എല്ലാ നേതാക്കന്മാരും. പിന്നെ എന്തുകൊണ്ട് ഇത് സത്യം തുറന്നു പറയാൻ തരണം? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയല്ല എന്ന് ഞാൻ പറയുമോ, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് പറയുമോ? ഇല്ലല്ലോ. അവരെ തെറ്റിദ്ധരുത്താൻ വേണ്ടി ശ്രമിക്കൂ, അല്ലാതെ ഒറ്റയടിക്ക്. ഇതാണ് CPMൻ്റെ നിലപാട്. അപ്പോൾ ജനങ്ങളെ വെറുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. CPMൻ്റെ ലീഡർഷിപ്പ് മുഴുവൻ കണ്ണൂരിലാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, രണ്ടാമത്തെ പിന്നെ ഇതിൻ്റെ മൊത്തം നയിക്കുന്ന LDFൻ്റെ കൺവീനർ, ഇപ്പോൾ RSS BJPയിലേക്കൊക്കെ പോകുമെന്ന് പറയുന്ന EP ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ശൈല ടീച്ചർ, ശ്രീമതി ടീച്ചർ, P ജയരാജൻ ഉൾപ്പെടെ എത്രയോ നേതാക്കന്മാർ മാത്രമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്രമം കണ്ണൂർ ജില്ലയിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു,
ഇപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ ആ തളിപ്പറമ്പിലെ ആന്തൂരും പ്രദേശങ്ങളിലും ഒക്കെ നടത്തിയ കള്ളവോട്ടിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഏറ്റവും വിചിത്രമായ സംഭവം CMBയുടെ രവീന്ദ്രനെ അടിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തെ എടുത്ത് കിണറ്റിലിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ബൂത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും 10,000 രൂപ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുക 10,000 രൂപ തരാം, നിങ്ങൾ മാർക്ക് ചെയ്ത് ആ വോട്ടർ പട്ടിക ഒന്ന് ഇങ്ങ് തരണം. അദ്ദേഹം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ, കള്ളവോട്ട് എത്ര, ആരൊക്കെ ചെയ്തതെന്നെല്ലാം കൃത്യമായി. ആ വോട്ടർ പട്ടിക ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്ത 10,000 രൂപ കൊണ്ട് പോവുക കൊടുക്കാൻ വേണ്ടി. ഏതൊരു പാർട്ടി ഇത്? അതാണ് CPM. അപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഓരോരോ സിദ്ധാർത്ഥൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ ബാധിക്കുന്നതാണ്. സിദ്ധാർത്ഥൻ്റെ ആരാ സഹിക്കുക? ഏത് 18 വയസ്സായി ഏത് കുട്ടികളാണ്, ഏത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഏത് കുട്ടികളാണ് CPM വോട്ട് ചെയ്യുക? അതുകൊണ്ടല്ലേ ക്യാമ്പസുകളിൽ മിക്കവാറും CPM ഇപ്പം നേരത്തെ SFI ഉണ്ടായിരുന്നിടത്തൊക്കെ KSU കടന്നു പോയത്. ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കേരളത്തിലാണ് നടക്കുന്നത്. നമുക്ക് ആലോചിക്കാൻ കഴിയും. ഇതൊക്കെ സാധാരണ തന്നെ ഈ മലയോര മേഖലകളിൽ ഈ കാട്ടാനയെ കൊണ്ടും മറ്റേ വന്യമൃഗങ്ങളെ കൊണ്ടും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതാണിപ്പോൾ ക്യാമ്പസുകളിൽ SFIയെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണുന്ന കുട്ടികൾ, ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് ആരായി CPM വോട്ട് ചെയ്യാൻ നിൽക്കുക? എന്തിനു വേണ്ടി? എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഇത് മനോജ് ചോദിച്ചത് തളിപ്പറമ്പ് മാത്രമല്ല, എല്ലാ നിയോജക മണ്ഡലത്തിൽ ഇത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ബാധിക്കും, ഒരു സംശയമില്ല. കേരളത്തിലെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഇതൊക്കെ ബാധിക്കും, ഒരു സംശയവും വേണ്ട. അതാണ് ഞങ്ങൾ പറയുന്നത് 20ൽ 20 കിട്ടുമെന്ന് APCC ലീഡർഷിപ്പ് പറയുന്നത്. അതുതന്നെയാണ്. ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നോട് തന്നെ വിജയത്തിലെത്തും. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ പൊതുവെ കള്ളവോട്ട് കുറവാണ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശരിയായ ഒരു നിരീക്ഷണമാണോ അത്? KPCC പ്രസിഡന്റ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തവണ നമ്മൾ പ്രതിരോധിച്ചു. അത് വെച്ചിട്ടാണ് KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ കള്ളവോട്ട് നടന്നതിൻ്റെ ചിത്രമുണ്ട്. കള്ളവോട്ട് നടന്നിട്ടൊക്കെ അത് പെട്ടെന്ന്, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ആ സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിപ്പോൾ കൃത്യമായ ഒരു അസസ്മെൻറ്റ് കാര്യമില്ല. നമ്മളാണല്ലോ ഫീൽഡിലേക്ക് പോയി മൊത്തം കാര്യങ്ങളും നോക്കി വന്നു. KPCC പ്രസിഡന്റ് നടന്നിട്ടുണ്ട്, കള്ളവോട്ട് നടന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റ് അതിനെ നന്നായി പ്രതിരോധം UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള രീതിയിലാണ് അതിനെ കള്ളവോട്ടിനെ വിട്ടിട്ടില്ല അധികം എന്നുള്ളതാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിൽ അവർ അത് ചെയ്തിട്ടുണ്ട്. ആ കള്ളവോട്ട് വേറൊരു രീതിയിലൂടെയാണ് ഇപ്പം വരുന്നത്. അതാണ് ഓപ്പൺ വോട്ട്. ചെറിയ പ്രായമുള്ളവരെ വരെ വിളിച്ചുകൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യും. വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ CPMൻ്റെ ഒരു ഇതെന്താ, അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ല. അതിനൊക്കെ തെളിവാണ് EP ജയരാജൻ്റെ ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ. ഇത് സംഭവം എങ്ങോട്ടാണ് പോകുന്നത്? എന്ത് കെട്ടുറപ്പാണ് CPM പറയുന്നത്? കാരണം ഒരുപാട് പേര് CPMൻ്റെ ആരാ ഈ പാവപ്പെട്ട CPM വർക്കേഴ്സ്, അവരൊന്ന് ചിന്തിക്കണ്ടേ? ഇവരൊക്കെ ഈ മകളൊക്കെ നടത്തുന്ന അവരുടെ ഓരോരോ കാര്യങ്ങളും ഈ കമ്മീഷനും അവരുടെ കമ്പനികളുടെയും ഓരോരോ ദിവസം കഴിയുമ്പോൾ കൃത്യമായ തെളിവല്ലേ വരുന്നത്. ഇതൊക്കെ എല്ലാവരും പണ്ട് ദേശാഭിമാനം മാത്രമേ വായിക്കുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്. യാഥാർത്ഥ്യം എല്ലാവരും അറിയുമ്പോൾ ആരാണ് ഇവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുക? ആർക്കാ സാധിക്കുക? തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ ചെയ്തത്? ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് മേയർ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ്? ഒന്നല്ലേ അത് സ്ത്രീയല്ല. ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വണ്ടി വേണ്ട മുമ്പിൽ നേരെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ. എന്നിട്ട് അവരെക്കെതിരെ കേസൊന്നുമില്ല. അതിനകത്ത് കൃത്യമായ സീന് വന്നു കഴിഞ്ഞില്ലേ? എല്ലാവരും കണ്ടില്ലേ? എന്ത് ധാഷ്ട്യമാണ്! അതാ അധികാരത്തിന് ഹുങ്ക് എന്നല്ലാണ്ട് വേറെന്താ അതുള്ളത്? ഈ കഴിഞ്ഞ തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കള്ളവോട്ട് ചെയ്തത് അതും UDFിനേക്ക്
കൊടുത്തു എന്നൊക്കെ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ കഴിഞ്ഞ തവണ തമാശ രൂപേണ പറഞ്ഞു. സത്യമാണ്. കള്ളവോട്ട് അത് തമാശ രൂപേണല്ല മനോജ്, അത് സത്യമാണ്. കാരണം ഈ പേടിപ്പിച്ചിട്ടല്ല പോയി ചെയ്യടാ, അവനെ പോയി ചെയ്യുമോ? ഓൻ ചെയ്യുന്ന ആർക്കെ ചെയ്യാം? ഓന് താല്പര്യമൊന്നും ഉണ്ടായിട്ടായിരിക്കൂല. പിന്നെ അവന് അവിടെ ഇറങ്ങിയല്ലോ. CPM എന്ന് പോയ ഓരോരുത്തരെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആക്രമിക്കും. അതുകൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തോണം. ചെയ്തില്ലെങ്കിൽ ഓരോ കാര്യം പോക്കാം. അപ്പോൾ ഓനെന്താവും? 5 എണ്ണം ചെയ്യുന്നതിൽ 3 എണ്ണം ഇപ്പുറത്ത് 2 എണ്ണം അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ 2 എണ്ണം ഇപ്പുറത്ത് 3 എണ്ണം അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. CPM പഴയ ഇതൊന്നുമല്ല. CPM തകർന്നിരിക്കുകയാണ് അവിടെ നടക്കുന്ന നേതൃത്വത്തിൻ്റെ ഇടയിൽ. കാരണം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ അഴിമതി നടത്തുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. SFIക്കാരെ വഴക്ക് പറയാൻ പറ്റുമോ? എന്താ അവർ പറയുക? നിങ്ങളെന്താ ചെയ്യുന്നതെന്നല്ലേ തിരിച്ചു ചോദിക്കുക. ഏതാ CPMൻ്റെ നേതൃത്വം? SFIയുടെ നേതൃത്വം ഏതാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അവസ്ഥ എന്താ? CPIയുടെ യുവജന സംഘടനയല്ലേ, വിദ്യാർത്ഥി സംഘടന. ആ വിദ്യാർത്ഥി സംഘടനയുടെ ഉന്നത നേതാവിനോട് എന്താണ് പറഞ്ഞത്? സംസ്ഥാന വൈസ് പ്രസിഡന്റോ മറ്റേ ആ കുട്ടിയോട് എന്താ പറഞ്ഞത്? പെൺകുട്ടിയോട് 9 മാസം കഴിയുമ്പോൾ അല്ലേ പറഞ്ഞിട്ടില്ലേ? അതാരാ പറഞ്ഞത്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ഹർഷം. അപ്പം അതാണ് അതിൻ്റെ സംസ്കാരം. സംസ്ഥാന നേതാവ്, വനിതാ നേതാവ് അടക്കം എന്താ ചെയ്തത്? എവിടെ നിന്നൊക്കെയാണ് പിന്നെ മാർക്ക് ലിസ്റ്റും പിന്നെ എന്താ മറ്റേ സർട്ടിഫിക്കറ്റെല്ലാം ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം രീതിയിൽ? യൂണിവേഴ്സിറ്റികളിൽ എന്താ നടക്കുന്നത്? കോളേജ് ഞാൻ ആയിക്കോട്ടെ, സാധാരണ യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാലല്ലേ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കാൻ. കൗൺസിലർമാരാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കുന്നത്. ഞാൻ 2 തവണ കൗൺസിലറാണ്, എനിക്കറിയാം. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കാൻ. അപ്പം അവരുദ്ദേശിച്ച ആളെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് മത്സരിപ്പിക്കണം. അതിനെന്ത് ചെയ്തു? അവിടെ ജയിച്ച ഒരു പെൺകുട്ടീനെ മാറ്റിയിട്ട് തിരുവനന്തപുരം മറ്റേ കട്ടാക്കടയിൽ കോളേജ് അവിടെയുള്ള ആ പിന്നെ ജയിച്ച പെൺകുട്ടീനെ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് അവളുടെ പേര് മാറ്റി, ആ കുട്ടിയുടെ പേര് മാറ്റി, ഈ പറഞ്ഞ SFIയുടെ ഏരിയ സെക്രട്ടറി പേര് അവിടെ എഴുതി ചേർത്ത് ആ യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകും. എന്തെന്നാ നടക്കുന്നു? BCom പാസ്സാകുന്നതിന് MCom അഡ്മിഷൻ, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഏരിയ പ്രസിഡന്റ്. എവിടെയാണ്? വിദ്യാഭ്യാസ രംഗം തകർന്നത്. എന്തായാലും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. നമ്മൾ കണ്ണൂരിന് പുറത്ത്, കണ്ണൂർ ജില്ലയോട് ചേർന്ന് 2 മണ്ഡലങ്ങൾ കൂടിയുണ്ട്, കാസർഗോഡും വടകരയും. വടകരയിൽ ഇത്തവണ വലിയ തോതിലുള്ള ചർച്ച എന്ന് പറയുന്നത് അതൊരു വർഗീയ ധ്രുവീകരണം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ ഉണ്ടായി എന്നാണ് CPM പറയുന്നത്. നേരെ തിരിച്ച് കോൺഗ്രസും അത് പറയുന്നുണ്ട്. CPMൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടെ ഒരു മുസ്ലിം പ്രീണനമായ നയം, അതായത് ശൈലജ ടീച്ചറെ കാഫർ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമൊക്കെ അവിടെ നടത്തി. തനി വർഗീയ പ്രചരണമാണ് വടകരയിൽ നടന്നത് എന്നാണ് CPMൻ്റെ ആരോപണം. BJPയും അതേ രീതിയിൽ ആ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. ഏറ്റവും ജനകീയനായ, എല്ലാം കൊണ്ടും, നിയമസഭയിലായാലും ശരി പുറത്തായാലും ശരി, അദ്ദേഹം ഒരു വർഗീയവാദി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ജയിച്ച പാലക്കാട് നിയമസഭ സീറ്റ് എടുത്ത് പരിശോധിച്ചാൽ മതി. അവിടെ ആരാ കൂടുതൽ? പരിശോധിച്ചിട്ടുണ്ട്. അവിടെ ഭൂരിപക്ഷം ആരാണ്? അവിടെ BJP ആണ് ഏറ്റവും കൂടുതൽ. അതെ, അവിടെ മുസ്ലിം അല്ല, ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വീണ്ടും അധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ഷാഫി അങ്ങനെ ഒരാളാണ്. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ ആ പ്രദേശത്തെ സേവിച്ചൊരു യുവജന നേതാവ്. ആ നേതാവ് അങ്ങനെ ഒരു വർഗീയവാദിയാണ് എങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഭൂരിപക്ഷം കുറയല്ലേ ചെയ്യേണ്ടത്? ഷാഫി വീണ്ടും കയറി. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷാഫി അവിടെ നിന്നും വടകരയിലേക്ക് വരുമ്പോൾ എന്താണ് പാലക്കാട് സംഭവിച്ചത്? പാലക്കാട് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരു പൊട്ടിക്കരയുക അല്ലേ? എങ്ങോട്ട്? അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നുള്ളൊരു പ്രയാസം ഷാഫിക്കുണ്ടായിരുന്നു. ഷാഫിക്ക് ആ പ്രയാസം ഉണ്ടായിരുന്നു. തൻ്റെ സ്വന്തം സഹോദരങ്ങളെയും സഹോദരിമാരെയും അമ്മമാരെയും വിട്ട് വേറൊരു മണ്ഡലത്തിൽ സ്വാഭാവികം നമ്മളൊരു കുറച്ചു കാലം സേവിച്ചും സ്നേഹിച്ചും അവരുടെ സ്നേഹവും കിട്ടുമ്പോൾ ആ മണ്ഡലത്തിൽ നിന്നും മാറാനുണ്ടാകുന്നൊരു പ്രയാസം ഉണ്ടാവും.
അത് ഷാഫിക്കുണ്ടായിരുന്നു. ഷാഫി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒത്തുചേർന്നു. അതിനകത്ത് മുസ്ലിമും ഉണ്ടാവാം, ക്രിസ്ത്യനും ഉണ്ടാവാം, ഹിന്ദുവും ഉണ്ടാകാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഭയം വന്നു. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ വന്ന് അവിടെ റോളെടുത്ത് ആഞ്ഞു വീശുന്നു. ഷാഫി വടകരയിലല്ല, ഷാഫി കണ്ണൂരിൽ വന്നാലും, ഷാഫി കാസർഗോഡ്, ഷാഫി തിരുവനന്തപുരത്ത് പോയാലും ഒരു യുവജന പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, ഇല്ലേ? ഒരു യൂത്ത് വരുമ്പോൾ, യൂത്തിന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാൾ വരുമ്പോൾ അത് ഒരു പ്രത്യേകിച്ച് ഷാഫിയെ പോലെ ഒരു എനർജറ്റിക് ഡൈനാമോ, കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു എനർജറ്റിക് പേഴ്സണാണ് ഷാഫി. ആ ഒരു ഇത് എവിടെ ഉണ്ടായി? വടകര ഉണ്ടായി. അതിനെ ഭയം കൊണ്ട് പിന്നെ RSSകാർ പറയുന്നൊന്നും BJPക്കാർ പറയുന്നൊന്നും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? എന്താ ഒരു സംസ്ഥാന പ്രസിഡന്റ് പറയാൻ പാടില്ല. എന്താ പറഞ്ഞത്? പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കൂല. പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കൂല എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശം എന്താ? മട്ടന്നൂർ ബൈ ഇലക്ഷൻ നടക്കുന്നല്ലേ? BJPയുടെ സ്ഥാനാർത്ഥി പോലും BJP വടകര ജയിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഏതോ ഒരു 10% വോട്ട് BJP കാൻഡിഡേറ്റിന് കിട്ടുമെന്ന് പോലും എവിടെ ഒരു സർവേയിലും വരുന്നില്ല, കിട്ടുമില്ല. ഏത് ഇപ്പോൾ 1% കിട്ടില്ല. കാരണം അത് മുഴുവൻ CPM കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് 1% BJP വോട്ട് CPM ഉറപ്പല്ലേ? അതിലല്ലേ ശൈല ടീച്ചർ നിർത്തിയത്? ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ലേ? അവരെന്തിനാ ശൈല ടീച്ചറെ നിർത്തിയത്? കെ മുരളീധരനെ പാർലമെന്റിൽ എത്തിക്കില്ല എന്നിവർ ശപഥം ചെയ്തു. കാരണം നേമത്ത് പോയി കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത് കെ മുരളീധരൻ അവിടെ പോയി മത്സരിച്ചുകൊണ്ടാണ്. ഇനി കെ മുരളീധരനെ നിയമസഭയല്ല, ലോകസഭയല്ല, അതിൻ്റെ പടി പോലും ചവിട്ടാൻ അനുവദിക്കില്ല എന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചവരാണ് BJP. അങ്ങനെയാണ് ശൈല ടീച്ചർ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷേ ഇവിടെ കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ വന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോഴത്തേക്ക് ചിത്രം മൊത്തം മാറി. ഷാഫി ഈ ചെറുപ്പക്കാരെ മുഴുവൻ കയ്യിലെടുത്തു. അത് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊന്നുമില്ല, എല്ലാവരും ഷാഫിയുടെ വക്കിലാണ്. നിങ്ങളവിടെ നൈറ്റ് മാർച്ച് നടത്തിയപ്പോൾ അതിൽ അണിനിരന്നവരെ എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. അതിനകത്ത് ഏത് ജാതിക്കാരില്ലാത്തത്, ഏത് മതക്കാരില്ലാത്തത്? അപ്പം ഇത് CPM എപ്പോഴും പറയുന്ന ഒരു അജണ്ടയാണ്. ഈ BJPയുടെ ഈ ഒരു നീക്കം അറിഞ്ഞുകൊണ്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഷാഫിയുടെ എൻട്രി. ഈ കെ മുരളീധരനെ മാറ്റാനുള്ള ഒരു തീരുമാനം അതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. കെ മുരളീധരനെ മാറ്റാനുണ്ടായ തീരുമാനം എനിക്ക് തോന്നുന്നു KPCCയുടെ ലാസ്റ്റ് ഒരു സ്ഥാനാർത്ഥികളെ നമ്മൾ ഫിക്സ് ചെയ്തല്ലോ, അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ലോ. അത് സിറ്റിംഗ് സീറ്റ്. പക്ഷേ കെ മുരളീധരൻ അങ്ങനെ ഒരു പ്രചരണ രംഗത്തേക്കൊന്നും കടന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പത്മജയുടെ ഒരു നീക്കവും എല്ലാം വന്നപ്പോൾ അതിയുക്തമായ ഒരു തീരുമാനം എടുത്തതാണ്. അല്ല ഷാഫി ഇതല്ല, അവിടെ പത്മജയുടെ ഒരു ഇത് വരുമ്പോൾ, അല്ലാതെ ഷാഫി എനിക്ക് തോന്നുന്നു, എനിക്ക് അതിനെപ്പറ്റി കൃത്യമായി അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാഫിൻ്റെയും മുരളിയും എന്നുള്ളതല്ല, പത്മജ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് എങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വാധീനിക്കാൻ പറ്റി കെ മുരളീധരാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലാതെ BJP ജയിക്കാതിരിക്കുക അതായിരുന്നു. അത് കോൺഗ്രസിൻ്റെ എപ്പോഴുമുള്ള ഒരു നിലപാടെന്താ? CPMനെ പോലെയല്ല. എന്താണ് SNC ലെവലിൽ കേസ് 38 തവണ മാറ്റിവെച്ചത്? എന്താണ് സുരേന്ദ്രനെതിരെ കൃത്യമായി കേസ് വരാത്തത്? BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. നമുക്ക് ഈ കള്ളം പറഞ്ഞ് വലിപ്പിക്കുന്ന ഏർപ്പാടുമില്ല. എന്താണ് ഇവിടെ കെ മുരളീധരൻ പോയി മത്സരിച്ചില്ല, എന്തായിരുന്നു അവസ്ഥ? അപ്പം കോൺഗ്രസ് എന്നും എക്കാലവും കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ BJP തന്നെയാണ്. BJPക്കെതിരെ പോരാടാം. അതാണ് ഞാൻ രാഹുൽ ഗാന്ധിനെ പറഞ്ഞത്. ഈ രാജ്യത്ത് ജനങ്ങൾ ഉറ്റുനോക്കുന്ന, ജനങ്ങൾ പ്രതീക്ഷയോട് കാണുന്ന BJPക്കെതിരെ, മതേതരത്വത്തിനെ തകർക്കുന്നവർക്കെതിരെ നിൽക്കുന്ന ഒരേ ഒരു നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നതും ആശ്രയിക്കപ്പെടാൻ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് രാഹുൽജി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ BJPക്കെതിരെ ഈ രാജ്യത്ത് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ നേതാവ്, ഉന്നതനായ നേതാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു വാക്കുണ്ട്, അധികാരത്തിലെത്താൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കാൻ, ഇല്ലേ പറഞ്ഞിട്ടില്ലേ? ആ ഒരു സമീപനം തന്നെയാണ് CPM ഇപ്പോഴും സ്വീകരിക്കുന്നത്. CPMന് അത് സ്വീകരിക്കുന്നതിന് മടി വേണ്ട. CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി കൂട്ടിച്ചേർന്ന് കേരളത്തിലടക്കം നിന്നിട്ടില്ലേ? ഡൽഹിയിലെ നേതാക്കന്മാർ ആർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഇതുകൊണ്ട്
ഇന്ത്യയിൽ BJPക്കെതിരെ ശക്തമായി പോരാടാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ്സാണ്. CPM എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഈ വടകരയിലെ ഈ ഈ ഈ ഒരു ഹിന്ദുത്വ വികാരം ഇളക്കിവിടാൻ CPM ശ്രമിച്ചിട്ടുണ്ടോ? CPM അത്തരത്തില്ല. CPM ചെയ്യുന്നത് എന്താണെന്നുള്ളത് പരസ്യമായി പൊതുയോഗത്തിൽ പ്രസംഗിക്കലല്ലോ, വീടുകളിൽ പോലുള്ള പ്രചരണമല്ലേ. ഹിന്ദുക്കളുടെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ, മുസ്ലിംസിൻ്റെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ, ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ. ഇതല്ലേ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ രാത്രിയിലത്തെ പണി എന്താ? ഇരുടിൻ്റെ മറവിൽ പണ്ടുകാലത്ത് ബോർഡ് കീറാൻ വേണ്ടി പോകുന്ന CPM ഇപ്പോൾ ഇരുടിൻ്റെ മറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുധാകരനെതിരെ ഇങ്ങനെ പറയുകയാണ്. വീടുകളിൽ കയറി ഇങ്ങനെ, കാരണം പറയുമ്പോൾ തുറന്ന് സംവദിക്കാൻ സാധിക്കണ്ടേ. എന്തിനാ രാത്രി വീടുകളിൽ ചില 3-4 വീടുകൾ ഒന്നിച്ച് എത്തിച്ചിട്ട് സ്ക്രീൻ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും മൊബൈലിൽ, ഇങ്ങനെ പറഞ്ഞു ചില വാക്കുകൾ അടർത്തിയെടുത്ത് പറയും. ഇപ്പോൾ എല്ലാ കള്ളിയും പുറത്ത് വന്നില്ലേ EP ജയരാജനിലൂടെ. ഇത് EP ജയരാജൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇനി ഇതിൻ്റെ ചിത്രം കൊണ്ട് വരുമ്പോഴല്ലേ ഈ സുധാകരൻ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് എനിക്ക് തോന്നിയാൽ താൻ BJPയിലേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആ ക്ലിപ്പിങ്ങുകളൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു. അതാണ് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഇത് ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിലെങ്കിലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല. കാരണം ഇതിനേക്കാളും വലുത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർ കാണിച്ചില്ലേ. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണിച്ച സാധനങ്ങൾ തന്നെ ഇത് ഏശിയിട്ടില്ല. ഇപ്പോൾ ഒരാൾ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ പിന്നെ അതിനൊക്കെ സൗകര്യം പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റാണ്. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും MP-യുമായ ഒരാൾ എന്താണ് ഇനി അപ്പുറത്ത് പോയിട്ട് കിട്ടുന്നത്? പ്രധാനമന്ത്രി സ്ഥാനം കിട്ടേണ്ടത്? ഇതിനേക്കാളും വലിയൊരു സ്ഥാനം അവിടെ കിട്ടേണ്ടത്. എന്താ കിട്ടേണ്ടത്? ഈ ഇത്രയും വലിയൊരു സ്ഥാനത്തിൻ്റെ മുകളിൽ അവിടെ പോയാൽ പിന്നെ കിട്ടേണ്ടത് പ്രധാനമന്ത്രി സ്ഥാനം. അത് കൊടുക്കുമോ? പിന്നെ വേറെന്താ കിട്ടേണ്ടത് അദ്ദേഹത്തിന്? എന്തിനു പോകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു? അദ്ദേഹത്തിന് കൃത്യമായി CPMനെതിരെയും BJPക്കെതിരെയും എല്ലാം ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ചിലപ്പോൾ അയാളെ പ്രകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് സൗകര്യമുള്ളത് പറയും. അദ്ദേഹം ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് എത്ര തവണ അക്രമേൽക്കണേ എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഇത് നിർത്തിയിട്ട് അങ്ങ് പോയാൽ പോരെ? എത്ര തവണ 12 തവണ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിട്ടും അതേ ഈ പാർട്ടി വിട്ടുപോയോ? എന്നാൽ പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി വേറൊരു പാർട്ടിയും സംവിധാനത്തിൻ്റെയും ആലോചിച്ചാൽ പോരെ? ജീവൻ കൊടുത്ത് ഈ പാർട്ടീനെ വളർത്തിയ ഒരാളെ പറ്റി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഏത് സമൂഹത്തിനും അറിയാത്തത്? പിന്നെ പറയുന്നവർക്ക് കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സുധാകരനെ പോലെ ഒരു നേതാവ് അടിയുറച്ച് ഈ പാർട്ടീൻ്റെ ജില്ലയെ എത്രയോ ത്യാഗം ചെയ്താണ്, ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ജില്ല, പ്രത്യേകിച്ച് ഈ ജില്ലയിൽ പാർട്ടീനെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം BJPയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരാൾ പോലും അത് വിശ്വസിക്കില്ല. പിന്നെ പ്രചരണത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിപ്പോൾ അതൊരു രാഷ്ട്രീയപരമായ തന്ത്രമാണ്. ഇങ്ങനെ പറഞ്ഞ് വീടുകളിൽ പോയി, രാത്രി പോയി TV കുറച്ച് 3-4 വീട്ടുകാരെ കൂട്ടി അവിടെ ഇരുന്ന് ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് വേറൊരു നിവൃത്തിയില്ല. അവർക്ക് പോയിട്ട് പറയാൻ പറ്റുമോ? ക്ഷേമ പെൻഷനെ കുറിച്ച് പറയാൻ പറ്റുമോ? സാധനങ്ങളെ വിലയെക്കുറിച്ച് പറയാൻ പറ്റുമോ? ജീവനക്കാരുള്ളൊരു വീടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ശമ്പളത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഉച്ചഭക്ഷണം ഏതെങ്കിലും സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ പറയാൻ പറ്റുന്ന സുധാകരൻ. ഇവിടെ അവരുടെ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? സുധാകരൻ RSS BJP. ഇത്രയല്ലേ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായത്? അതൊക്കെ പരിഹാസം. ഈ സാധനം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് ഉപയോഗിച്ച ഒരു സാധനം തന്നെയാണ്. എന്തായാലും ഈ സുധാകരനെതിരെ മറ്റൊരു ആരോപണം LDF ഉയർത്തിയത് ഈ വികസനവുമായി ബന്ധപ്പെട്ടാണ്. ഒരു MP ഈ 5 വർഷം മണ്ഡലത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഇതിന് സുധാകരൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ്. അവർ കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഒരു പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് LDF ഈ പ്രചരണത്തിൽ വലിയ തോതിൽ ഉപയോഗിച്ചത്. ഇത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലം ശ്രദ്ധിക്കാത്ത ഒരു MP ആയിരുന്നു സുധാകരൻ? ഒരിക്കലുമല്ല. നമ്മളെ വികസന നേട്ടങ്ങളെക്കുറിച്ച് നമ്മളൊരു പത്രം തന്നെ, അത് മനോജിന് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ആ പത്രത്തിൽ കൃത്യമായി വികസന നേട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ MP ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിട്ടുള്ള 86%. അതുപോലെ തന്നെ കഴിഞ്ഞ MPയുടെ ബാലൻസ്, ആ ബാലൻസും കൂടി എടുത്തു ചിലവാക്കി. കഴിഞ്ഞ MP പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ബാലൻസ് എടുത്ത് ചിലവാക്കി.
അതേപോലെ തന്നെ മറ്റ് രംഗങ്ങൾ പൊതുരംഗത്ത് ഇപ്പം വിമാനത്താവളത്തിൻ്റെ പോയിന്റ് ഓഫ് കോളിന് വേണ്ടി അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി പല തവണയായി പാർലമെൻറ്റിൽ അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഹജ്ജ് വേണ്ടി അത് തുടങ്ങി ഒരുപാട് വികസനം പിന്നെ പ്രധാനമന്ത്രി സഡക് യോജന പ്രകാരം ഗ്രാമീണ തൊഴിൽ റോഡിന് വേണ്ടി മലയോര മേഖലയിലെ റോഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ 78 കോടി രൂപയുടെ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ അതിപ്പം ആ ഒരു പത്രം തന്നെ നമ്മളിത് രഹസ്യമായിട്ടല്ലല്ലോ, നമ്മളിത് പത്രം കെ സുധാകരൻ ചെയ്ത വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പത്രം തന്നെ അടിച്ച് മുഴുവൻ വീടുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കള്ളത്തരമല്ല, ഒളിഞ്ഞു തെളിഞ്ഞുമല്ല, കൃത്യമായി നേരിൻ്റെ വഴിയിലൂടെ നമ്മളൊരു പത്രം ഈ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ കയ്യിലെത്തിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ചോദിക്കാം. എല്ലാം കൃത്യമായാണ്, നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. പിന്നെ കെ സുധാകരൻ, മനോജിനെ അറിയാലോ, കെ സുധാകരൻ്റെ വീട്ടിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അത്രയും ആൾക്കാരുള്ള ഒരു വീട് മനോജ് പോയിട്ടുണ്ടോ? ഒരു രാവിലെ ആയാലും എത്ര ആൾ ആ വീട്ടിലുണ്ടാവും, പാതിരാത്രി ആയാലും എത്ര ആൾ വീട്ടിലുണ്ടാവും? ഈ ഇലക്ഷൻ്റെ സമയം ഒഴിച്ചിട്ട് അദ്ദേഹത്തിന് വീട് നിറഞ്ഞ ആളല്ലേ? ഏത് എം പിയുടെ വീട്ടിൽ ഏതാ? അത് ചെന്നാൽ ഒരാൾ ഒരു വീട്ടിൽ പോകണമെങ്കിൽ, സ്ഥിരമായി പോകണമെങ്കിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലല്ലേ പോകൂ, ഇല്ലേ പോകൂ? ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഒരു ആശ്രയം ഉണ്ടാവും, എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് മറ്റുള്ള രംഗത്ത് ഇപ്പം ഒരു പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ലേറ്റാവും. 11 മണിക്ക് വെച്ച പരിപാടി ചിലപ്പോൾ 12. എന്താ ഈ 1 മണിക്കൂർ അത് കടന്നിറങ്ങുമല്ല, ആ 1 മണിക്കൂർ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ചെന്ന ആളിപ്പം നമ്മളൊരു പൊതുയോഗത്തിൻ്റെ അടുത്തിൻ്റെക്കാൾ പ്രസക്തി ആ ചെന്ന ആൾ ഒരു എന്തെങ്കിലും പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അതൊരു നിർണായക കാര്യമല്ലോ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വഴിത്തിരിവുകളല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഞാനിത് സൂചിപ്പിച്ചത് അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ ലീഡറെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ലീഡറുടെ ഇടയിൽ അധിവസിക്കുന്ന ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗ് ഇത്തവണ ഏത് രീതിയിലാണ് നല്ല സഹകരണം ഉണ്ടായിരുന്നു? ആ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, പല നേതാക്കളും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതൊക്കെ UDFന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്ന് എപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? ഈ പറയുന്നത് എന്താ പറയുക, ഈ പറയുന്നത് ആരാ പറയുന്നത്? CPM-നെ കോണെന്ന് ഇത്തവണ ലീഗ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. മുസ്ലിം ആരാ പറയുന്നത്? ഏത് മുസ്ലിം ലീഡർഷിപ്പാണ് ഇറങ്ങാത്തത്? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനാക്കാൻ വേണ്ടി എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ള ചേലേരി ഉൾപ്പെടെ അവരുടെ സംസ്ഥാന ലീഡർഷിപ്പ് എല്ലാ ലീഡേഴ്സും. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ അധികാരി. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അതിഗംഭീരമായ റോഡ് ഷോ ആണ് നടത്തിയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ റോഡ് ഷോ, മുനീറിൻ്റെ റോഡ് ഷോ, ET മോദിഷ്. ഇത് ആരേന് വരാനുള്ളത്? ET വന്നില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല, സ്ഥാനാർത്ഥി വന്നില്ല. ഈ ആരേന് വരാൻ ബാക്കി? മുസ്ലിം ലീഗിൻ്റെ പിന്നെ യൂത്ത് ലീഗിൻ്റെ ഫിറോസ് ഉൾപ്പെടെ ആരാ വരാൻ ബാക്കിയുള്ളത്? ലീഗ് ലീഡർഷിപ്പ് മുഴുവൻ കണ്ണൂർ വന്ന് അവർ തുടങ്ങിയില്ലേ? ഇലക്ഷൻ കമ്മിറ്റി ആപ്പീസിൻ്റെ ഉദ്ഘാടനം നടത്തിയ ആരാ? കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. എല്ലാ ലീഡേഴ്സും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നാൽ അറിയാലോ, അതിൻ്റെ എല്ലാ താഴെത്തട്ടിലുള്ള എല്ലാവരെയും ചലിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് കരിസ്മയുണ്ട്. അവരെ നിങ്ങൾ കൊട്ടിക്കലാശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആരാ. എല്ലാവരും അതിനകത്ത് ഒരാളും അതിനകത്ത് ലീഗ് എന്നല്ല, ഘടകകക്ഷികൾ CMB ആയാലും കേരള കോൺഗ്രസ് ആയാലും RSP ആയാലും പിന്നെ മറ്റ് ഫോർവേഡ് ബ്ലോക്ക് ആയാലും എല്ലാ നമ്മുടെ കൂടെയുള്ള എല്ലാ സംഘടനകളും കൃത്യമായി ഇതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭാവനകളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആരും 1% പോലും ആരും മാറി നിന്നിട്ടില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ കാൻഡിഡേറ്റ് കെ സുധാകരനാണ്. കാരണം ആർക്കും അദ്ദേഹത്തിനോട് ഒരു വെറുപ്പില്ല. KPCC പ്രസിഡൻ്റാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, കണ്ണൂർ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുന്നത്. അവിടെ നമുക്ക് ഈ 3 സീറ്റും കണ്ണൂർ പാർലമെൻറ്റ് സീറ്റും ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ജനകീയത
അവിടെ എടുത്തു പറയേണ്ടത്. ഒരു 5 വർഷവും മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും ഒരു കൊല്ലംകാരനോട് ആ മണ്ഡലത്തിലെ ഏത് ആശുപത്രിയുടെ പേര് ചോദിച്ചാലും ഏത് സ്കൂൾ ചോദിച്ചാലും എല്ലാ ആശുപത്രിക്കും എല്ലാ സ്കൂളിനും എല്ലാ ശുശ്രൂഷ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിട്ടുണ്ട്. അത് സ്കൂളിലാണെങ്കിൽ ബസ് കൊടുത്തിട്ടുണ്ട്, ആശുപത്രിയിലാണെങ്കിൽ ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്, മറ്റ് റോഡ് കൊടുത്തിട്ടുണ്ട്, റെയിൽവേയുടെ വികസനം, എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കൈമുദ്ര പതിക്കാത്ത ഒരു മേഖലയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഹാപ്പിയാണ്. അദ്ദേഹം ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. എല്ലാ സർവേ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സർവേകളും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടിയാണ്. ഷാഫിയുടെ നമുക്കറിയാം. അപ്പോൾ ഈ 2-3 പാർലമെൻറ്റ് സീറ്റിലും നല്ല ഒരു പക്ഷത്തിന് തന്നെ കഴിഞ്ഞ തവണത്തേനേക്കാൾ ഒരു പക്ഷേ മെച്ചത്തിൽ കാസർഗോഡും എല്ലാം 3 സീറ്റും നല്ല ഭൂരിപക്ഷത്തിന്. അന്ന് നമ്മുടെ ജില്ലയിലെ ആദ്യം മുതൽ തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പേ തന്നെ മണ്ഡലം ക്യാമ്പുകൾ നടന്നു. നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് വെച്ചു, ബ്ലോക്ക് ഭാരവാഹികൾ വെച്ചു, മണ്ഡലം പ്രസിഡന്റ് വെച്ചു, മണ്ഡലം ഭാരവാഹികൾ വെച്ചു, ബൂത്ത് കമ്മിറ്റികളെല്ലാം തെരഞ്ഞെടുപ്പിന് എത്രയോ ഒരു മാസം മുമ്പ് തന്നെ എല്ലാം ക്ലിയറായിട്ട് ശില്പശാലകൾ നടത്തി എല്ലാം ഭദ്രമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ജില്ലയിൽ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ 3 പാർലമെൻറ്റ് സീറ്റും നമുക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച 100% വിശ്വാസത്തിലാണ്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളെ അടക്കം പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മമ്പറം ദിവാകരൻ പാർട്ടിയിലേക്ക് എത്തി. മമ്പറം ദിവാകരൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ UDFന്റെ പാനലിനെതിരെ മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. സമാനമായി PK രാഗേഷും പുറത്തുപോയ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ PK രാഗേഷിനെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ നമ്മുടെ K സുധാകരൻ്റെ പ്രദേശം ഉൾപ്പെടുന്ന നടാലിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകൾ ഒപ്പിട്ട ഒരു ഇത് DCCക്ക് നൽകി. പക്ഷേ അത് പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിമർശനം. മമ്പറം ദിവാകരന് ഒരു നീതി, PK രാഗേഷിന് മറ്റൊരു നീതി. ഇത് എന്തുകൊണ്ടാണ്? PK രാഗേഷിനെ എന്തുകൊണ്ടാണ് ഇപ്പോഴും മാറ്റി നിർത്തുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പേര് എനിക്ക് അപേക്ഷ ഉണ്ട്. DCCക്കാണ് അപേക്ഷ തരുന്നത്. മമ്പറം ദിവാകരൻ എനിക്ക് അപേക്ഷ ഉണ്ട്. എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നുള്ളവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചവരുണ്ട്, ബാങ്ക് തെരഞ്ഞെടുപ്പുമായി പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഈ ജില്ലയിലെ മിക്കവരെയും തിരിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചെടുക്കാതെ വരുന്നത് അതാത് പ്രദേശത്തെ മണ്ഡലം കമ്മിറ്റി നമ്മൾ പുറത്താക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ആരെയും പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാത് പ്രദേശത്തെ മണ്ഡലം പ്രസിഡന്റുമാർ പറഞ്ഞാൽ മാത്രമേ പുറത്താക്കാവൂ. അവർ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും പെർമിഷനോടുകൂടി തന്നാൽ അവരെ മാത്രമേ ഞാൻ വന്നതിന് ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ തിരിച്ചെടുക്കുന്നതും അതേ രീതിയിലാണ് തിരിച്ചെടുക്കുന്നത്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആലക്കോട് ഒരാളെ തിരിച്ചെടുത്തു. മണ്ഡലം പ്രസിഡന്റിനോടല്ല, ബ്ലോക്ക് പ്രസിഡന്റ് അവർ അങ്ങനെ അവിടെ ലീഡർഷിപ്പ് വന്നു. അപ്പോൾ ഉടനെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ അറിയില്ല. ഞാൻ പറഞ്ഞൊന്നും അറിയില്ല, ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയ മെസ്സേജാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു സോറി എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ്, നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് അറിയാം. ഞാനത് അപ്പോൾ തന്നെ തിരിച്ചെടുക്കും, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ് ഇതിനകത്ത് നമ്മുടെ പാർട്ടിയിലെ അടിസ്ഥാന ഘടകം, ബൂത്ത് പ്രസിഡന്റുമാണ്. അവരത് അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. PK രാഗേഷിൻ്റെ നാട് പള്ളിക്കുന്നാണ്. അദ്ദേഹം ഇവിടെയല്ല, എടക്കാടല്ല. എടക്കാടത്തെ മണ്ഡലം പ്രസിഡന്റ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ കുറച്ച് ഒരു ഒപ്പിട്ട് ഒരു ഇത് ഇവിടെ തന്നു. PK രാഗേഷും അങ്ങനെ ഒരു തിരിച്ച് വരണം എന്ന് പറഞ്ഞൊരു അപേക്ഷ എൻ്റെ അടുത്ത് തന്നിട്ടില്ല. അങ്ങനെ ഒരു ഇത് കാരണം നമ്മൾ സാധാരണ ഇവർ തിരിച്ചെടുക്കുന്ന ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമ്മളറിയാം? അവരെ അപേക്ഷ തന്നല്ലേ നമുക്ക് അവർക്ക്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചെടുത്ത് എന്നെ എന്തിനാണ് തിരിച്ചെടുത്തതെന്ന് ചോദിച്ചാലോ? ആരെങ്കിലും അല്ലല്ലോ തരേണ്ടത്. അദ്ദേഹം തന്നിട്ടായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ഒരു അപേക്ഷയും തന്നതായിട്ട് എനിക്കറിയില്ല. നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ വീണ്ടും പാർട്ടി തിരിച്ചെടുക്കുന്നു, വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു. ഇതാണോ ശരിക്കും PK രാഗേഷ്? PK രാഗേഷിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ മനോജൻ അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഈ കോർപ്പറേഷനിലും കഴിഞ്ഞ തവണ അദ്ദേഹത്തെ മേയർക്കെതിരെ കഴിഞ്ഞ തവണത്തെ മേയർ ഈ സമൂഹത്തിലൂടെ മുഴുവൻ പാർട്ടീനെയും കോർപ്പറേഷനെയും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതായിരിക്കാം ഒരുപക്ഷെ ആ മണ്ഡലം കമ്മിറ്റി ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിന്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം പള്ളിക്കുന്നാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കമ്മിറ്റി ആ സമയത്ത് ആദ്യ തവണയും തിരിച്ചെടുക്കുമ്പോഴും എതിരായിരുന്നു. തന്നെ അവസാനം അവരോട് എതിരായിരുന്നു. പക്ഷേ അവർ കൺസെൻറ്റ് കൊടുത്തിട്ടാണ് തിരിച്ചെടുക്കുന്നത്, അല്ലാതെ തിരിച്ചെടുക്കൂല.
അവരവസാനം KPC പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആ എടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ബാങ്കിൽ 2 പേരെ എടുക്കണം. രൂപേഷിൻ്റെ മറ്റേ നമ്മളെ ഹാരിസ് അവരെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അതൊരു എഗ്രിമെന്റ് അല്ലേ. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മണ്ഡലം കമ്മിറ്റിയുടെ കൺസെൻറ്റോട്, അതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ മണ്ഡലം കമ്മിറ്റിയുടെ കൺസെൻറ്റോട് കൂടിയാണ് എടുത്തതെന്ന്. ഇവിടെ മണ്ഡലം കമ്മിറ്റി കൺസെൻറ്റ് തരണം, അതോടൊപ്പം തന്നെ ഒരു അപേക്ഷ തിരിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം നമ്മളോട്. ഇപ്പം നമ്മളോട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. പി കെ രാഗേഷ് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടി തിരിച്ചെത്താൻ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അദ്ദേഹം മണ്ഡലം കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്യും, മണ്ഡലം കമ്മിറ്റിക്കാർ സമ്മതിക്കണം, അടുത്ത ബൂത്ത് മണ്ഡലം എല്ലാവരും സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കുമ്പോൾ നമ്മളൊരാൾ തിരിച്ചെടുക്കുക. മമ്പർ ദിവാകരൻ തിരിച്ചെടുക്കുമ്പോൾ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ. മമ്പർ ദിവാകരൻ തിരിച്ചെടുക്കണമെന്ന് ആരാണ് പറയുന്നത്? മമ്പർ ദിവാകരൻ്റെ കത്തുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള മണ്ഡലം കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ട്, തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ആവശ്യമല്ലേ. പിന്നെ മറ്റേത് അവിടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അവിടെ നിയമിപ്പിച്ച് ആ ഡിവിഷനിൽ കെ സുധാകരൻ്റെ തട്ടകമാണ്. അവിടെയുള്ളവരെ പിന്നെ അല്ലല്ലോ, ആണോ സ്വദേശം നേടിയ അതിപ്പം 1.5 മാസം കൂടി കഴിഞ്ഞാൽ, വർഷം കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. അവിടെയുള്ളവരല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത് പ്രദേശത്തുള്ളവർ അവർ അങ്ങനെ ആലോചിച്ചാൽ ഇപ്പോൾ ഇതൊരു പ്രമാദമായൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലുകൾ നിങ്ങളെ തന്നെ വന്ന എത്രയോ ലക്ഷങ്ങൾ കണ്ടിട്ടില്ലേ അന്നത്തെ ആ പ്ലാന്റിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ഈ നമ്മൾ ഒരു പിന്നെ അതിനകത്ത് വരുമ്പോൾ പിന്നെയും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതൊക്കെ KPCC നേതൃത്വം കൂടി അതിനകത്ത് ഇത് വേണ്ടി വരും. അന്ന് തിരിച്ചെടുത്തത് വേണ്ടാത്ത ഒരു തീരുമാനമായി പോയി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? പലരും ആ രീതിയിൽ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് പലരും ആ രീതിയിൽ പറഞ്ഞു. ഒരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് KPC പ്രസിഡന്റും അന്നത്തെ DC പ്രസിഡന്റും അന്നത്തെ എല്ലാവരും കൂടി എടുത്തിട്ട് ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് എടുത്തതല്ല. പക്ഷേ ആ പാക്കേജ് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുണ്ടായ. ഈ മമ്പറം ദിവാകരൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ഏതെങ്കിലും തരത്തിലുള്ള ഡിമാൻഡ്, അതായത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് സ്ഥാനം വേണം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ ആവശ്യപ്പെട്ടു? മമ്പറം ദിവാകരൻ ഒരാഗ്രഹവും മമ്പറം ദിവാകരൻ പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മമ്പറം ദിവാകരന് 2 വർഷക്കാലവും മമ്പറം ദിവാകരൻ എല്ലാ പാർട്ടി പ്രവർത്തകരും മരിച്ചിടത്തും അതുപോലെ തന്നെ നമ്മളെ പരിപാടികളിലെല്ലാം അദ്ദേഹം വന്ന് ബാക്കിലോ മൂലക്കോ ഫ്രണ്ടിലോ എല്ലാമായിട്ട് അദ്ദേഹം ജനവിചാരണ സദസ്സിലടക്കം കേട്ടിട്ടുണ്ടാവുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് പോയത്, അദ്ദേഹത്തിന് മാറിയേക്കാം. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. കാരണം വെച്ചാൽ അത് ചെയ്താൽ മാത്രമേ ആ ഇലക്ഷനിൽ നമ്മളൊരു വെക്കുന്ന അതെല്ലായിടത്തും സ്വീകരിച്ചു. മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമല്ലോ, പി കെ രാജേഷിൻ്റെ കാര്യത്തിൽ അവിടെ എടുത്ത നിലപാടും മറ്റ് പല ബാങ്കുകളുടെ കാര്യത്തിലും അങ്ങനെ. അതല്ലാതെ ഒരു പാർട്ടിക്ക് പോകാൻ പറ്റുമോ? എന്നിട്ട് അവരൊക്കെ ഇപ്പോൾ പുറത്താക്കിയ എല്ലാവരും തന്നെ ഇതിനകത്തുള്ളിലുണ്ട്, ആരും ഇല്ലാതില്ല. 1-2 കേസ് ലോക്കലിൽ അവർ എതിർക്കുന്നതുകൊണ്ട്, മണ്ഡലം കമ്മിറ്റി എതിർക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്, കണ്ണൂരിൽ തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ മത്സരിച്ച ആൾ തിരിച്ചെടുക്കുന്നത്. അത് സ്വാഭാവികമായി മണ്ഡലം കമ്മിറ്റി അവരാണല്ലോ ഇത് കൊണ്ടു നടക്കേണ്ടത്. അവരെ അവിശ്വസിച്ചുകൊണ്ട് ഒരു DC പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവരാണ് അതിൻ്റെ ഒരു അവസാന, ആ മണ്ഡലത്തിൻ്റെ ഒരു അവസാന വാക്ക് മണ്ഡലം പ്രസിഡൻ്റല്ല. അവരെല്ലാം അധ്വാനിക്കുന്നവർ ബൂത്ത് പ്രസിഡന്റുമാരല്ലേ. അപ്പം നമുക്കിപ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ പൾസും കൃത്യമായിട്ട് അറിയില്ല. എത്ര 138 മണ്ഡലമുണ്ട്. അപ്പം ആ മണ്ഡലം പ്രസിഡന്റിനെ ആണ് അവരുടെ പൾസ്. നമ്മൾ മണ്ഡലം പ്രസിഡന്റ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിക്കും, അവിടെ DCC വരവേണ്ടേ അവരോട് ചോദിക്കും, ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഉള്ള ഒരു തീരുമാനം ഞാൻ എടുക്കാറുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ആരോടും ഒരു വ്യക്തിവിരോധവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരോടും എല്ലാവരെയും ചേർത്ത് പിടിച്ചും എല്ലാവരെയും പാർട്ടിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആരായാലും ഒരു DCC പ്രസിഡന്റ്, അത് ഞാനെന്നല്ല, ഒരു DCC പ്രസിഡൻ്റായിട്ട് ആരിരുന്നാലും അവർക്കും ഒരാളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കില്ല. കാരണം ആ ജില്ലയിൽ പാർട്ടി നന്നായിട്ടും ഒന്നിച്ചു പോകുന്നതിൻ്റെ സുഖവും അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു നേട്ടവും എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷമെല്ലാം ആ DCC പ്രസിഡന്റ് തന്നെയല്ലേ. അപ്പോൾ ആരെ മാറ്റി ഞാൻ മാത്രമല്ല, ആരും അത് ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഞാൻ മനോജ് തന്നെ അറിയാം, എനിക്കൊരു വിരോധികളും ഇപ്പോൾ പി കെ രാജേഷ് ഇങ്ങനെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞാനതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ ആ ഒരു വികാരമായിരിക്കും, അതാ പോട്ടെ, എനിക്കൊന്നും പറയാൻ. ഒരുപാട് തവണയായിട്ട് എന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സീരിയസ്നാഥിൻ്റെ ആവശ്യം കൂടിയിട്ടുള്ളൂ. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്.
ഈ ജില്ലയിലെ പാർട്ടിക്ക് ബോധ്യമുണ്ട്, KPCC നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇത്രയല്ലേ എനിക്ക് വേണ്ടു. ഇത് അങ്കിൾ DCC പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തത് സതീശൻ പാച്ചയിൽ നിന്ന് ഒരു ഏറ്റവും വലിയ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ വിയോഗമാണ്. പിന്നീട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി താങ്കൾ ഉൾപ്പെടെയുള്ള മുൻകൈ എടുത്തത് താങ്കളാണ്. ആ കുടുംബം ഇപ്പോൾ എങ്ങനെയാണ്? നല്ല ഒരു ആ നഷ്ടം ഉണ്ടെങ്കിൽ പോലും അവർ പാർട്ടിയുടെ ഈ കരുതലിൽ സംതൃപ്തരാണോ? അവർ സംതൃപ്തരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരു ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു വീട് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു വീട് എടുത്തു കൊടുത്തത് അന്ന് പരിപാടിക്ക് വന്നവരും അതുപോലെ തന്നെ ഉന്നത ലീഡർഷിപ്പിലുള്ളവരും എന്നെ വിളിച്ച് പറഞ്ഞതാണ്. ആദ്യം ഒരു സംഭവമാണ്. ഇത്ര മനോഹരമായ വീട് കണ്ടല്ലോ, മനോഹരമായ വലിയ എമൗണ്ടിൽ ചിലവഴിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു വീടാണ് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതുപോലെ അവർ വളരെ സംതൃപ്തിയാണ്. അവർക്ക് യാതൊരു അവർ കഴിഞ്ഞ ദിവസം ഇവിടെ K. സുധാകരൻ വന്ന സ്വീകരണ പരിപാടി തളിപ്പറമ്പ് സതീശൻ്റെ സഹധർമ്മിണി അവിടെ പങ്കെടുത്തിരുന്നു. അങ്ങനെ എല്ലാ പരിപാടി അവർ സജീവമായി അവരും അവരുടെ കുടുംബവും പാർട്ടിയുമായി ബന്ധപ്പെട്ട്. പിന്നെ സതീശൻ്റെ വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമായിരിക്കും. സതീശനെ പോലെ ഒരു സ്നേഹസമ്പന്നനായ ഒരാളുടെ വിയോഗം ഏത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അത് റീനയ്ക്ക് മാത്രമല്ല ആർക്കായാലും അദ്ദേഹത്തിൻ്റെ പോലെ ഒരാളുടെ വിയോഗം ഒരു പ്രയാസമുണ്ട്. അതെ അത് ആർക്കായാലും, പ്രത്യേകിച്ച് ഞാൻ സതീശനെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ആത്മബന്ധത്തെ അദ്ദേഹം DC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതിന് ശേഷം ഞാനായപ്പോഴും നമ്മുടെ DCCയുടെ വണ്ടിയിലാണ് നമ്മൾ രണ്ടുപേരും പോയിക്കൊണ്ട്. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ രാവിലെ എത്തും, പുള്ളിയും രാവിലെ എത്തും. ഏത് മരിച്ചോ എവിടെയെങ്കിലാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങും. അത് തന്നെയാണ് ഞാനായപ്പോഴും. പുള്ളി ഞാനും കൂടി പോകും. അത് പ്രസിഡൻ്റാണോ മുൻ പ്രസിഡൻ്റാണോ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല, നമ്മൾ പോകും. നമ്മൾ രണ്ടുപേരും രാവിലെ ഇവിടെ ഉണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വക്കീൽ പണി നേരത്തെ തന്നെ നിർത്തിയതാണ്. KSU ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ നിർത്തിയതാണ്. പിന്നീട് ഇങ്ങോട്ട് ഞാൻ 2000 എൻറോൾ ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം പോയി. പിന്നെ അതൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ ഒരു ജീവിതം പാർട്ടിയാണ്, വേറൊന്നുമില്ല. പാർട്ടികൾ തന്നെ. അത് സതീശനായാലും വേറൊന്നുമില്ല, ജോലിയൊന്നുമില്ല. നമ്മളിത് ഫുൾ ടൈം ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ ജീവിതം എൻജോയ് ചെയ്യാണ് പാർട്ടിക്ക്. അതായിരുന്നു നമ്മുടെ ഒരു എൻ്റെ ആയാലും സതീശൻ്റെ ആയാലും ഒരു ജീവിത ശൈലി, ജീവിതവും അങ്ങനെയാണ്. എന്തായാലും CPMന്റെ കോട്ട എന്ന് കണ്ണൂരിനെ വിശേഷിപ്പിക്കുമ്പോഴും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് നയിക്കുന്ന നേതാക്കളാണ്, കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന നേതാക്കളാണ് ഈ പാർട്ടിയുടെ കരുത്ത്. എല്ലാവരുമായും ഏറെ അടുപ്പം പുലർത്തുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാർട്ടിൻ ജോർജ് എന്ന നേതാവ് ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ടച്ച് കാണാം. കോൺഗ്രസ്സുകാർ എങ്ങനെ ആയിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്ന് പലപ്പോഴും അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ച് തന്നിട്ടുമുണ്ട്. ഈ ജില്ലയിലെ കോൺഗ്രസിൽ ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല നേതാക്കളെയും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്ത് നിർത്തുമ്പോൾ പോലും ഒരു ചലനവും ഈ ജില്ലയിൽ ഇല്ലാതെ നിന്നതും അദ്ദേഹത്തിൻ്റെ നേതൃഗുണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക്, മുന്നണിക്ക് കരുത്താകും എന്ന് തന്നെയാണ് പൊതുവായ വിലയിരുത്തൽ. കണ്ണൂർ ജില്ലയുടെ ഭാഗമായ 3 മണ്ഡലങ്ങളിലും UDF വിജയിക്കും എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ഒരു സംശയവുമില്ല. അത് ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾ മുമ്പ് തന്നെ അതിൻ്റെ ആസൂത്രണങ്ങൾ നടപ്പാക്കിയ ജില്ലയാണ് കണ്ണൂർ. അതിന് KPCCയുടെ എല്ലാ നേതാക്കളും കണ്ണൂർ DCCയെ മാതൃകയാക്കാൻ മറ്റ് DCCകളോട് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും ശക്തമായ പ്രവർത്തനം നടത്തിയതിലൂടെയാണ് ഈ ആത്മവിശ്വാസം ഈ നേതാക്കൾ കൈവരിച്ചിട്ടുള്ളത്. എന്തായാലും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. DCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ശോഭിച്ചതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലും വലിയ തോതിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ 3 മണ്ഡലങ്ങളിലും വലിയ വിജയം
ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. എന്തായാലും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.